വാസ്തവത്തിൽ ഇത്രയും പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരില്ല. ലോകത്ത് എവിടെയെങ്കിലും മുസ്ലിങ്ങൾ ഇത്രയും സമാധാനമായിട്ട് കഴിയുന്നുണ്ട് സ്വാതന്ത്ര്യത്തോടെ? ഇന്ത്യയിലല്ലാതെ ഒരിടത്തുമില്ല. സൗദി അറേബ്യയാണ് ഇസ്ലാമിൻ്റെ കേന്ദ്രം. അവിടെ മുസ്ലിങ്ങൾക്ക്, കേരളത്തിലെ മുസ്ലിങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം അവിടുത്തെ മുസ്ലിങ്ങൾക്കുണ്ട്? ഇല്ല. ഇപ്പോൾ കൊടുത്തു വരുന്ന മുഹമ്മദ് ബിൻ സൽമാൻ മെല്ലെ ഓപ്പൺ ചെയ്ത് വരുന്നുണ്ട്. അല്ല, കേരളത്തിലെ മുസ്ലിങ്ങൾ അതൊന്നും ആഗ്രഹിക്കുന്നില്ല. വാസ്തവത്തിൽ ഇന്ത്യയിലെ പോലെ സുഖം അനുഭവിക്കുന്ന മുസ്ലിങ്ങൾ വേറെ ഒരു രാജ്യത്തുമില്ല. മറ്റ് രാജ്യങ്ങളും മുസ്ലിങ്ങളുണ്ട്, പക്ഷേ അവിടെ ന്യൂനപക്ഷ സംവരണം ഇല്ല. ഭാരതത്തിൽ അതുകൊണ്ട് ഇല്ലേ, പ്രത്യേക പരിഗണനയുണ്ട്. കേരളത്തിൽ സംവരണം തന്നെയുണ്ട്, ജോലി സംവരണമുണ്ട്, PSCയിൽ. ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? പിന്നെയും ഇവർ നിലവിളിച്ചുകൊണ്ടിരിക്കുക പോരട്ടെ പോരട്ടെ എന്ന് പറഞ്ഞു. അതൊരു നല്ല കാര്യമല്ല. ഞാനതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ഈ നിയമം, ഭരണഘടന ഇതൊന്നുമല്ല. ഞാൻ ഈ ഭരണഘടന വന്നത് 1950-ലാണ്. അതിന് മുമ്പും ഭാരതത്തിലെ ആൾക്കാരുണ്ടായിരുന്നു, ഹിന്ദുക്കളും ഉണ്ടായിരുന്നു, മുസ്ലിങ്ങളും ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ജീവിച്ചത്? ഹിന്ദുക്കളെല്ലാം കൂടെ മുസ്ലിങ്ങളെ തിന്നു കളഞ്ഞോ? അതുകൊണ്ട് ഭരണഘടനയാണ് നമ്മളെ ചിലരിപ്പോൾ പ്രസംഗിക്കുന്നത് ഞാൻ അന്തം വിട്ട് പോയിട്ടുണ്ട്. എനിക്ക് ജീവിക്കാൻ ഭരണഘടനയുണ്ട്. എടാ, നിൻ്റെ അപ്പൂപ്പൻ എങ്ങനെയാണ് ജീവിച്ചത്? അന്ന് ഈ സാധനം ഉണ്ടായിരുന്നില്ലല്ലോ. ഞാൻ ഭരണഘടന കാരണമാണ്. ഞാനിപ്പോഴും പറയുന്നു, ഭരണഘടന ഉള്ളതുകൊണ്ടൊന്നും അല്ല ഞാൻ ജീവിക്കുന്നത്. സമൂഹത്തിൽ ഈ പരസ്പര വിശ്വാസവും സ്നേഹവും സമാധാനവും ഉള്ളതുകൊണ്ടാണ്. ഭരണഘടന എടുത്തൊന്നും അയൽവക്കത്തുകാരൻ നമ്മളെ തല്ലാൻ വരുമ്പോൾ ഭരണഘടന കാണിച്ചാൽ മതിയോ? അതോ കോടതിയിൽ ഓടുക? യു ഹാവ് ടു ഹാവ് എ ട്രസ്റ്റ് അറ്റ് പീസ്. അതിൽ ചിലപ്പോൾ ചില നിയമവിരുദ്ധമായ കാര്യങ്ങൾ ഇതൊക്കെ സംഭവിച്ചെന്ന് വരെ നമ്മളങ്ങ് കണ്ണടയ്ക്കും. കാരണം ഒരു ബേസിക് ഓർഡർ സൊസൈറ്റിയിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അതല്ലാതെ ദിവസവും ഭരണഘടന കക്ഷത്തി വെച്ച് ജീവിക്കാം എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ഭോഷ്കാണ്. എനിക്ക് സാധ്യമല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.